പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങയുടെ വലിയ സ്നേഹം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട് തിരുഹൃദയത്തിലൂടെ അങ്ങയുടെ സ്നേഹത്തിന്റെ ആഴം അനുഭവിച്ചറിയാൻ അങ്ങയുടെ മക്കളായി ഞങ്ങളെ അവിടുന്ന് അനുവദിക്കുന്നതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിച്ച് ആ തിരുഹൃദയ സ്നേഹം ഏറ്റവും അനുഭവവേദ്യമാക്കിക്കൊണ്ട് ജീവിക്കാൻ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നേ ദിനത്തിന്റെ എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 20-ാം തീയതി 20-ാമത്തെ ഈ ദിവസത്തില് ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും ഞങ്ങളുടെ നിയോഗങ്ങളോടെ പ്രാർത്ഥനകളോടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഈ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ, എന്റെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ. തിരുഹൃദയത്തിന്റെ സ്നേഹത്തിന്റെ അനുഗ്രഹങ്ങളും കൃപകളും എല്ലാ വാഗ്ദാനങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് ഈ മക്കളെ, ഇവരുടെ കുടുംബങ്ങളെ, ഇവരുടെ മക്കളെ, ഇവരുടെ മക്കൾക്ക് വേണ്ടിയുള്ള എല്ലാ നിയോഗങ്ങളെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ തന്നെ, തിരുഹൃദയത്തിന്റെ സ്നേഹത്തിൽ തന്നെ, ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് നമുക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് നമുക്ക് തരികയാണ്. അതാണ് ഈശോ നമുക്ക് എപ്പോഴും സംലഭ്യമാക്കിക്കൊണ്ട് ആ സ്നേഹത്തിലേക്ക്, ആ ഹൃദയത്തിലേക്ക് നമ്മെ മാടി വിളിച്ചുകൊണ്ട് നമ്മെ ചേർത്ത് പിടിച്ച് അനുഗ്രഹിക്കുന്ന ആ വലിയ സ്നേഹം. നമുക്കതിലേക്ക് നമ്മെ, നമ്മുടെ മക്കളെയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് വീണ്ടും 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 ആഴത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളിനി ഈശോ മേരി മാർഗരറ്റ് അലക്കോക്കിലൂടെ തിരുഹൃദയ ഭക്തിയില്, ആ ബന്ധത്തില് ജീവിക്കുന്ന മക്കൾക്ക് 12 വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. ആ വാഗ്ദാനങ്ങൾ ഓരോന്നായിട്ട് നമ്മള് ഈ ദിവസങ്ങളില് നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ജീവിതങ്ങൾക്ക് വേണ്ടി അവകാശപ്പെട്ട് പ്രാർത്ഥിക്കണം. ഇന്നലെ നമ്മള് വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിച്ചു. തിരുഹൃദയ സ്നേഹ പാരമ്യത്തിന്റെ ജീവിക്കുന്ന സാന്നിധ്യമാണ് ജീവിക്കുന്ന കർത്താവ് തിരുവോസ്തി രൂപനായിട്ട് നമ്മിലും നമ്മുടെ കൂടെ വസിക്കുന്ന വലിയ സ്നേഹം. ആ സ്നേഹത്തിന് ആഴത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈ വാഗ്ദാനങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമാവിധം പ്രാർത്ഥിക്കാം. ഈശോ വിശുദ്ധ മേരി മാർഗരറ്റ് അലക്കോക്കിനോട് പറഞ്ഞ ഒന്നാമത്തെ വാഗ്ദാനം, തിരുഹൃദയ ഭക്തരുടെ ജീവിതാന്തസ്സിനു വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ പ്രദാനം ചെയ്യും. ഈ തിരുഹൃദയ സ്നേഹത്തില്, തിരുഹൃദയത്തോടുള്ള ഭക്തിയില്, തിരുഹൃദയ ബന്ധം ഈശോയോട് തന്നെയുള്ള ബന്ധമാണ്. ആ ബന്ധത്തിൽ ജീവിക്കുന്നവർക്ക് എന്താണ് ആദ്യത്തെ വാഗ്ദാനം? അവരുടെ ജീവിതാന്തസ്സിനു വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് തരും. നമുക്കറിയാം, നമുക്ക് ജീവിതാന്തസ്സുണ്ട്. സമർപ്പണ ജീവിതം, പൗരോഹിത്യ ജീവിതം, കുടുംബ ജീവിതം, ഏകസ്ഥ ജീവിതം, അങ്ങനെ ഒരു ജീവിതാന്തസ്സുണ്ട് നമുക്ക്. ആ ജീവിതത്തിന് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് നമുക്ക് തരും. നമുക്കിന്ന് ഒത്തിരി തടസ്സങ്ങൾ നേരിടുന്ന മേഖലയാണ് കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ, പൗരോഹിത്യത്തിലെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ. ഈ ജീവിതാന്തസ്സിൽ ഒത്തിരി പ്രശ്നങ്ങൾ കടന്നു വരും. വേദന, സങ്കടങ്ങള്, രോഗങ്ങള്, സ്നേഹരാഹിത്യം, ചില അസ്വസ്ഥതകള്, സാമ്പത്തിക തകർച്ചകള്, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒത്തിരി തടസ്സങ്ങള് നമ്മുടെ എല്ലാ ജീവിതാന്തസ്സിലും കടന്നു വരും. എന്നോട് പറയുന്നത്, തിരുഹൃദയ ഭക്തിയില്, തിരുഹൃദയ സ്നേഹത്തില് നമ്മുടെ മക്കളും നമ്മൾ ജീവിച്ചാൽ ഈ ജീവിതാന്തസ്സിന് വേണ്ട എല്ലാ അനുഗ്രഹങ്ങള് കർത്താവ് തരുന്ന്. അതായത് ദൈവാനുഗ്രഹമില്ലാതെ, ദൈവകൃപയില്ലാതെ, കർത്താവിന്റെ സാന്നിധ്യമില്ലാതെ ഒരു ജീവിതാന്തസ്സിലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഒരു വാഗ്ദാനം അവകാശപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കാം. വിവാഹം നടക്കാത്ത മക്കള്, വിവാഹം നടന്നിട്ട് മക്കളില്ലാത്ത മക്കള്, ഇനി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് ജീവിത പങ്കാളി ഒരു വശത്ത്, ഭർത്താവ് ഭാര്യ ഭയങ്കര വെറുപ്പ്, ഭിന്നത, മദ്യപാനം, മറ്റു പല രീതികളിൽ അന്തസ്സോടെ അഭിമാനത്തോടെ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ വേദനിക്കുന്ന ഒത്തിരി മക്കൾ ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു. അതിന് ഞാൻ പറഞ്ഞില്ലേ, ദൈവകൃപയില്ലാതെ സമാധാനം ഉണ്ടാവില്ല, ദൈവസ്നേഹമില്ലാതെ കുടുംബജീവിതം ഒന്നായി പോകത്തില്ല, ദൈവകൃപയില്ലാതെ, ദൈവബന്ധമില്ലാതെ പൗരോഹിത്യം, സന്യാസം, കുടുംബ ജീവിതങ്ങള്, സഹോദര സ്നേഹത്തില്, ഭാര്യ ഭർത്തൃ ബന്ധത്തില്, മാതാപിതാക്കൾ മക്കൾ നമ്മുടെ ബന്ധത്തില് ആ ജീവിതം മുന്നോട്ട് പോകില്ല. അവിടെ നമുക്കിന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ ഒന്നാമത്തെ വാഗ്ദാനമായ ഞങ്ങളുടെ ജീവിതാന്തസ്സിന് വേണ്ട എല്ലാ അനുഗ്രഹങ്ങള്, കൃപകള് ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കും. പിന്നെ നമ്മുടെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം, ജീവിതാന്തസ്സിലൂടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയം, ഇന്ന് ചില മക്കള് നല്ല ജീവിതാന്തസ്സ് സ്വീകരിക്കാതെ നമ്മുടെ മക്കള് അക്രൈസ്തവരുമായിട്ട് ഈ ദിവസങ്ങളിലൊക്കെ
ഒത്തിരി മക്കള് പഠിക്കാൻ പോയി, അവിടെ പോയി മറ്റുള്ള മതവിഭാഗത്തിൽപ്പെട്ടവരുമായിട്ട് പ്രേമബന്ധത്തിലായി. ഇതുവരെ ഇന്നലെ അമ്മച്ചി പറയാ, കല്യാണം ഉറപ്പിച്ച് ക്രിസ്ത്യാനി പെങ്കൊച്ചുമായിട്ട് കല്യാണം ഉറപ്പിച്ചിരിക്കുന്ന മകൻ ബാംഗ്ലൂർ പഠിക്കാൻ പോയിട്ട് ഇന്ന് എല്ലാം ഉറപ്പിച്ചു, അടുത്ത നവംബറിൽ കല്യാണം ഉറപ്പിച്ച് സാരി വരെ വാങ്ങിച്ചു വെച്ചേക്കാണ്. ആ സമയത്ത് അവിടെ ചെന്ന് ഒരു അക്രൈസ്തവ പെൺകുട്ടിയുമായിട്ട് പ്രേമത്തിലായി, ഇവളെ ഉപേക്ഷിച്ച് അവളുമായിട്ട് ജീവിക്കാനുള്ള തീരുമാനമെടുത്ത് ഇതാ നീങ്ങുന്ന അവസ്ഥ. ജീവിതാന്തസ്ത നശിപ്പിക്കുന്ന മക്കള്, ദൈവാനുഗ്രഹത്താൽ നിറയപ്പെട്ട, കൃപയാൽ നിറയപ്പെട്ട ജീവിതാന്തസ്ത നശിപ്പിക്കുന്ന മക്കൾ. എന്റെ മക്കളെ ഈശോയുടെ തിരുഹൃദയ സ്നേഹത്തിലേക്ക്, ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മുടെ മക്കളെ പ്രതിഷ്ഠിക്കാം. പിന്നെ പ്രാർത്ഥിക്കേണ്ട കാര്യം എന്താണ്? ഈശോയുടെ തിരുഹൃദയ ഭക്തിയില്, ആ സ്നേഹത്തില് നമ്മുടെ മക്കള്, നമ്മുടെ കുടുംബങ്ങള്, നമ്മുടെ ജീവിതങ്ങള് ജീവിച്ചാലാണ് എന്ത് ലഭിക്കുന്ന ജീവിതാന്തസ്സിന് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് നമുക്ക് നിറച്ച് തരും. അതുകൊണ്ട് തിരുഹൃദയ ഭക്തിയിൽ ജീവിക്കുന്ന മക്കളായിട്ട് മാറട്ടെ നമ്മുടെ മക്കള്, നമ്മുടെ യുവമക്കളെ, കൊച്ചുമക്കളെ, ജീവിത പങ്കാളിയെ, സഹോദരങ്ങളെ, മാതാപിതാക്കളെ, നമ്മുടെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും തിരുഹൃദയത്തിന് സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ കുടുംബം തിരുഹൃദയ ഭക്തിയിൽ ജീവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിന്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആവശ്യമായ ജീവിതാന്തസ്സിന്റെ എല്ലാ അനുഗ്രഹങ്ങളും സ്വീകരിച്ചുകൊണ്ട് ആ കൃപയിൽ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകാൻ ഞങ്ങൾക്കിടയാകട്ടെ, ഞങ്ങളുടെ മക്കൾക്കിടയാകട്ടെ. അങ്ങനെ ആ കൃപ നിറഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ട് പഠിച്ച് ജീവിതാന്തസ്സിൽ പ്രവേശിച്ച് അഭിഷേകത്തോടെ ജീവിച്ച് ഞങ്ങളുടെ മക്കൾ എവിടെയാണോ വിളിക്കപ്പെടുന്നത്, ഏത് ജീവിതാന്തസ്സിലാണ് വിളിക്കപ്പെടുന്നത്, ആ ജീവിതാന്തസ്സിൽ ഈ അനുഗ്രഹങ്ങൾ സ്വീകരിച്ച്, ആ കൃപ സ്വീകരിച്ച് നല്ല കുടുംബ ജീവിതം, നല്ല പൗരോഹിത്യം, നല്ല സന്യാസ ജീവിതം, നല്ല ബിസിനസ്, നല്ല ജോലി, നല്ല കുടുംബം, അഭിമാനത്തോടെ അഭിഷേകത്തോടെ ദൈവാനുഗ്രഹത്തിൽ ജീവിക്കാൻ ഈ ഒന്നാമത്തെ വാഗ്ദാനത്താല് ഞങ്ങളുടെ മക്കളെ നിറയ്ക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിറയ്ക്കണമേ, ജീവിതാന്തസ്സുകളെ അനുഗ്രഹിക്കണമേ. എല്ലാ തടസ്സങ്ങളും മാറ്റി ദൈവാനുഗ്രഹത്താൽ, ദൈവകൃപയാൽ, തിരുഹൃദയത്തിന്റെ ഒന്നാമത്തെ വാഗ്ദാനത്താൽ എല്ലാ മക്കളെ നിറച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുഹൃദയ സ്നേഹത്തിൽ തന്നെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ തിരുഹൃദയത്തിന്റെ സ്നേഹം ഞങ്ങൾക്ക് നിറച്ചു നൽകിക്കൊണ്ട് ആ തിരുഹൃദയ സ്നേഹത്തിൽ, തിരുഹൃദയ ഭക്തിയില് ഞങ്ങൾ അങ്ങയോട് ചേർന്ന് ജീവിക്കുമ്പോ എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് ഈശോയെ അങ്ങ് ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും നൽകുന്നത്. അങ്ങയുടെ വാഗ്ദാനങ്ങൾക്ക് യോഗ്യരായി തീരുവാൻ വേണ്ടി അങ്ങേ തിരുഹൃദയത്തിലേക്ക് പരിശുദ്ധ അമ്മയുടെയും യൗസപിതാവിന്റെയും സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും വലിയ സാന്നിധ്യ കൂട്ടായ്മയില് ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ജീവിതങ്ങളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെ സ്വന്തമാക്കിയെടുക്കുവാൻ വേണ്ട അങ്ങയുടെ സ്നേഹത്തോടുള്ള ഭക്തിയും ആ ബന്ധവും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി കർത്താവേ, കത്തോലിക്ക തിരുസഭയെയും എല്ലാ വൈദികരെയും എല്ലാ സന്യസ്തരെയും എല്ലാ കുടുംബങ്ങളെയും എല്ലാ യുവമക്കളെയും, പ്രത്യേകിച്ച് ഈ കൂട്ടായ്മയിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും എല്ലാ കുടുംബങ്ങളെയും എല്ലാ മക്കളെയും അവരുടെ മക്കളെ, യുവമക്കളെ, കുഞ്ഞുമക്കളെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ തിരുഹൃദയ സ്നേഹത്തിന്റെ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കണമേ. ഇന്ന് ഒന്നാമത്തെ വാഗ്ദാനമായിട്ട് അങ്ങ് ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ജീവിതാന്തസ്സിന് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും അങ്ങ് നൽകുമെന്നല്ലോ. കർത്താവേ, ഞങ്ങളുടെ ജീവിതാന്തസ്സ് പലതാണ്. കുടുംബജീവിതം, സന്യാസ ജീവിതം, പൗരോഹിത്യ ജീവിതം, വിവാഹ ജീവിതം. കർത്താവേ, എല്ലാ ജീവിതാന്തസ്സിനും ഒത്തിരി കൃപകൾ വേണം. ഞങ്ങളുടെ കഴിവ് കൊണ്ടോ ശക്തി കൊണ്ടോ ജീവിക്കാൻ പറ്റില്ല. അനുഗ്രഹങ്ങൾ ഏറെ വേണം. കർത്താവേ, സ്നേഹിക്കാനും ക്ഷമിക്കാനും ജോലി ചെയ്യാനും ഐക്യത്തിൽ ജീവിക്കാനും വിശുദ്ധിയിൽ ജീവിക്കാനും അങ്ങ് ഈ ജീവിതാന്തസ്സിന് നൽകിയിരിക്കുന്ന ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് മരണം വരെ ജീവിക്കാനും ഒത്തിരി അനുഗ്രഹം വേണം. ഈശോയെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ ജീവിതാന്തസ്സുകളെ, എന്റെ പൗരോഹിത്യത്തെ കർത്താവേ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആ തിരുഹൃദയത്തിന്റെ ഈ വലിയ വാഗ്ദാനം അനുഗ്രഹങ്ങളായിട്ട് ഞങ്ങളിലേക്ക് ചൊരിയട്ടെ. ജീവിതാന്തസ്സിന്റെ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ കർത്താവേ. ജീവിതാന്തസ്സിലെ പ്രശ്നങ്ങൾ മാറിപ്പോകട്ടെ കർത്താവേ. വിവാഹം നടക്കാത്ത മക്കള്, വിവാഹ ജീവിതത്തിൽ പ്രവേശിച്ചിട്ട് സമാധാനമില്ലാത്ത മക്കള്, വേർപെടാൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന മക്കള്, ഡൈവോഴ്സിന്റെ വക്കിലെത്തിയിരിക്കുന്ന മക്കള്,
കർത്താവെ കുടുംബത്തിന് സ്വസ്ഥതയില്ല, സമാധാനമില്ലാത്ത മക്കള്, കർത്താവെ ജീവിക്കാൻ പറ്റാത്ത വിധത്തില് സാമ്പത്തിക തകർച്ചകൾ നേരിടുന്ന മക്കള്, പല തടസ്സങ്ങൾ ഈശോയെ, മക്കളുടെ പഠനം, മക്കളുടെ ജോലി, അവരുടെ ഭാവി ജീവിതം, വിവാഹത്തിന്റെ അന്തസ് അല്ലെങ്കിൽ ഏതെങ്കിലും ജീവിതാന്തസ് അതിൽ പ്രവേശിക്കാൻ പറ്റാതെ വേദനിക്കുന്ന മക്കള്, പൗരവത്തിലേക്ക് വിളിക്കപ്പെട്ടിട്ട് ആ ജീവിതാന്തസ്സിൽ ജീവിക്കാൻ പറ്റാതെ വേദനിക്കുന്ന മക്കള്, സന്യാസത്തിലേക്ക് വിളിക്കപ്പെട്ട് ആ ജീവിതാന്തസ് ജീവിക്കാൻ പറ്റാത്ത മക്കള്, ദൈവം വിളിച്ച വിളിയോട് വിശ്വസ്ത പുലർത്തി ജീവിക്കാൻ പറ്റാതെ ഒത്തിരി വേദനിക്കുന്ന മക്കള്, എല്ലാ മക്കളെയും അനുഗ്രഹങ്ങൾക്കായി, കൃപകൾക്കായി തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. 20-ാം ദിവസത്തിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ മക്കളെ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ജപം. ഈശോയുടെ ദയ നിറഞ്ഞ തിരുഹൃദയമേ, എന്റെ ആശ്വാസമേ, എന്റെ സമ്പത്ത്, സ്വർഗവാസികളൊക്കെയോടും കൂടെ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. എന്റെ ശക്തിയൊക്കെയോടും കൂടെ അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. നാഥ, അങ്ങയോടുള്ള ദിവ്യ സ്നേഹത്തെ പ്രതി ജീവിക്കുന്നതിനും അങ്ങേക്ക് വേണ്ടി സമസ്തവും ഉപേക്ഷിക്കുന്നതിനും അനുഗ്രഹം ചെയ്യണമേ. സ്നേഹരാജനായ ഈശോയെ, അങ്ങേക്ക് എന്റെ നേരെയുള്ള സ്നേഹം എത്രമാത്രമെന്ന് മനസ്സിലാക്കുന്നതിനും അങ്ങയെ ഉപദ്രവിച്ചിടത്തോളമെങ്കിലും അങ്ങയെ സ്നേഹിക്കുന്നതിനും മറ്റുള്ളവരെ അങ്ങേ സ്നേഹം നിറഞ്ഞ ഹൃദയത്തിലേക്ക് ആകർഷിക്കുന്നതിനും അനുഗ്രഹം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്, ജീവിതാന്തസ്സിന് ആവശ്യമായ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ഈ ബന്ധത്തിലൂടെ, ഈ സ്നേഹത്തിലൂടെ ഞങ്ങൾക്ക് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഗന്ധ ജപം. ഈശോയുടെ തിരുഹൃദയമേ, എന്റെ മേൽ കൃപ ചെയ്യണമേ. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളുടെ മക്കളുടെ മേൽ കൃപ ചെയ്യണമേ. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളുടെ കുടുംബത്തിന്റെ മേൽ കൃപ ചെയ്യണമേ. അങ്ങയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ. സൽക്രിയ. വിശുദ്ധ കുർബാനയെ സമീപിച്ച് പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും കർത്താവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ നിയോഗങ്ങളെയും നിശബ്ദമായിട്ട് ഈശോയുടെ ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആശീർവാദത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവേ, ജീവിതാന്തസ്സിന് വേണ്ട എല്ലാ കൃപകളും ചൊരിഞ്ഞ് എല്ലാ അനുഗ്രഹങ്ങളും വർഷിച്ചുകൊണ്ട് ഈ ആശീർവാദത്തിലൂടെ അങ്ങയുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. യേശുവേ, നന്ദി. ഈശോയേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, ഒരിക്കൽ കൂടി ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമായ ജീവിതാന്തസ്സിന് അനുഗ്രഹങ്ങൾ നിറച്ചു നൽകി അങ്ങേ തിരുഹൃദയ സ്നേഹത്തിൽ മക്കളെ അനുഗ്രഹിക്കണമേ. ആമേൻ.